തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായ ഇലഞ്ഞിത്തറമേളം അതിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർക്കും ആവേശം അതിൻ്റെ മൂർധന്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് ഇലഞ്ഞിത്തറമേളത്തിന് സമാപനമായിരിക്കുന്നു. ഇത്രയും നേരം ഏകദേശം ഒരു 2 മണിക്കൂറോളം സമയം ഈ ഇലഞ്ഞിത്തറയിലെ പാണ്ടിമേളം കൊട്ടിക്കയറുന്നത് അത്ഭുതകരമായ ഒരു കാഴ്ചയായിട്ടാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. അതിന് ഏതാണ്ട് പരിസമാപ്തി എത്തിയിരിക്കുന്നു. ഇനിയാണ് ഏറ്റവും പ്രസിദ്ധമായ തെക്കോട്ടിറക്കവും തുടർന്നുള്ള കുടമാറ്റവും നടക്കുക. ആരംഭത്തിൽ നാം കണ്ട കൊട്ടിക്കലാശത്തിൻ്റെ അവസാനമായപ്പോഴേക്കും ആളുകൾ എത്രയധികം വർദ്ധിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. തെക്കോട്ടിറക്കത്തിൻ്റെ സമയം ആഗതമാവുകയാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ആളുകൾ അധികം താമസിയാതെ എത്തിച്ചേരുന്നതാണ്. അവിടേക്കുള്ള ആളുകളുടെ അതിൻ്റെ നടത്തിപ്പുകാരുടെയും മറ്റും ഒരു വരവാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്ഭുതകരമായ ഒരു വർണ്ണ കാഴ്ചയാണ് ഇനി നമുക്ക് കാണാൻ കഴിയുക. നിരവധി വർണ്ണക്കുടകൾ അന്തരീക്ഷത്തിലുയർത്തി തിരുവമ്പാടിയുടെയും പാറമേക്കാവ് വിഭാഗത്തിൻ്റെയും ഒരു മത്സരം എന്ന് പറയാവുന്ന തരത്തിൽ 2 വിഭാഗങ്ങളും മത്സരിച്ച് നടത്തുന്ന ഒരു പ്രകടനമായിട്ടാണ് ഈ അത്ഭുതകരമായ വർണ്ണ വിസ്മയ കാഴ്ച ഇനി ഇവിടെ ഒരുങ്ങാൻ പോകുന്നത്. അധികം താമസിയാതെ അതിലേക്ക് പ്രവേശിക്കും. ഏറ്റവും പ്രസിദ്ധരായ ആനകളെ തന്നെയാണ് ഇത്തവണ 2 വിഭാഗക്കാരും അണിയിച്ചൊരുക്കുക. പാറമേക്കാവ് വിഭാഗത്തിനാകട്ടെ പാറമേക്കാവ് ശ്രീ പത്മനാഭൻ, പാറമേക്കാവ് രാജേന്ദ്രൻ, പാറമേക്കാവ് ദേവിദാസൻ, പാറമേക്കാവ് കാശിനാഥൻ, ഗുരുവായൂർ ദേവസ്വം നന്ദൻ, പാലാക്കുട്ടി ശങ്കരൻ, പല്ലാട്ട് ബ്രഹ്മദത്തൻ, ചെർപ്പളശ്ശേരി ശേഖരൻ, പാർത്ഥസാരഥി അരുണിമ, പാലോട് ഗോവിന്ദൻകുട്ടി, എഴുത്തച്ഛൻ ശങ്കരനാരായണൻ തുടങ്ങിയ പ്രസിദ്ധ ആനകൾ പാറമേക്കാവ് വിഭാഗത്തിനായി അണിനിരക്കുന്നുണ്ട്. തിരുവമ്പാടി വിഭാഗത്തിനായി തിരുവമ്പാടി ദേവസ്വം വക ശിവസുന്ദർ, തിരുവമ്പാടി ദേവസ്വം ചന്ദ്രശേഖരൻ, കുട്ടൻകുളങ്ങര ദേവസ്വം അർജുനൻ, കൊച്ചി ദേവസ്വം ബോർഡ് ശിവകുമാർ, അന്നമനട ഉമാമഹേശ്വരൻ സുന്ദരൻ, ശങ്കരൻകുളങ്ങര ദേവസ്വം മണികണ്ഠൻ, ഉട്ടോളി അനന്തൻ, ചെർപ്പളശ്ശേരി അയ്യപ്പൻ, തിരുവമ്പാടി ദേവസ്വം അർജുനൻ, ഗുരുവായൂർ ദേവസ്വം സിദ്ധാർത്ഥൻ, ഇങ്ങനെ നിരവധി പ്രസിദ്ധ ആനകൾ ഇവിടെ നടക്കാൻ പോകുന്ന കുടമാറ്റത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ അത്ഭുതകരമായ വർണ്ണക്കാഴ്ചകൾ അധികം താമസിയാതെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ വർണ്ണ മഴയ്ക്കായി ഏകദേശം 1500ഓളം കുടകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. തെക്കോട്ടിറങ്ങി മുഖാമുഖം നിൽക്കുന്ന പാറമേക്കാവിനും തിരുവമ്പാടിക്കും വർണ്ണമഴ പെയ്യിക്കാനുള്ള പൂരക്കുടകളാണ് അരങ്ങിൽ തയ്യാറായിട്ടുള്ളത്. ഓരോ വിഭാഗവും ഏകദേശം 50 സെറ്റ് കുടകൾ വീതമാണ് സാധാരണയായി തയ്യാറാക്കുന്നത്. 50 സെറ്റ്, ഒരു സെറ്റിൽ ഏകദേശം 15 കുടകൾ ഉണ്ടായിരിക്കും. ഈ സ്പെഷ്യൽ ആയിട്ട് ഇവിടെ അവതരിപ്പിക്കുന്ന കുടകളുടെ രഹസ്യം പലപ്പോഴും പുറത്തുവിടാറില്ല. കാരണം ഇതൊരു മത്സരത്തിൻ്റെ അന്തരീക്ഷത്തിലാണിത് നടക്കുക. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും അണിയറയിൽ ഏത് തരം കുടകളാണ് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പലപ്പോഴും പുറത്തറിയിക്കാറില്ല. പാറമേക്കാവ് വിഭാഗം ഒരു അത്ഭുതകരമായ കാഴ്ച പോലെ കുറേ കുടകൾ ഉയർത്തി കാണിക്കുമ്പോൾ അതിലും മികച്ചത് എന്ന് പറയാവുന്നത് തിരുവമ്പാടി വിഭാഗം ഉയർത്തി കാണിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു അത്ഭുതകരമായ കാഴ്ചയായും ഒരു മത്സരമായും ഇത് നമുക്ക് കണക്കാക്കാവുന്നതാണ്. കുന്നത്തങ്ങാടി സ്വദേശിയായിട്ടുള്ള വസന്തനാണ് പാറമേക്കാവ് വിഭാഗത്തിൻ്റെ കുട ഒരുക്കങ്ങളുടെ സാരഥ്യം വഹിക്കുന്നത്. ഏകദേശം 10-20ഓളം പേരടങ്ങുന്ന ഒരു സംഘം മാസങ്ങളായി ഈ കുടയൊരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 38 വർഷത്തോളമായി പാറമേക്കാവിനൊപ്പം വർണ്ണക്കുട നിർമ്മാണത്തിൽ സാരഥ്യം വഹിക്കുന്ന വസന്തനുണ്ട്. ചെന്നൈയിൽ നിന്നാണ് ഇതിനാവശ്യമായ വർണ്ണ തുണികൾ കണ്ടെത്തി വാങ്ങിക്കൊണ്ടു വന്നിട്ടുള്ളത്. തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി കുടകൾ ഒരുക്കുന്നത് അരണാട്ടുകര സ്വദേശി പുരുഷോത്തമനാണ്. തുടർച്ചയായ 7ാം വർഷമാണ് ഇദ്ദേഹം തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി കുടകൾ ഒരുക്കുന്നത്. 15 പേരാണ് അദ്ദേഹത്തിന് സഹായികളായിട്ടുള്ളത്. ഏകദേശം 2 മാസം മുമ്പേ തുടങ്ങിയ ജോലികൾ കഴിഞ്ഞ ദിവസത്തിൽ ഏകദേശം അത് അവസാനിക്കുകയും അവിടെ നിന്ന് അതെല്ലാം അവരിവിടുത്തെ പ്രദർശനത്തിന് വേണ്ടി കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇത് ഈ അത്ഭുതകരമായ വർണ്ണ ദൃശ്യ കാഴ്ചകൾ
അധികം താമസിയാതെ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതിനുള്ള തയ്യാറെടുപ്പിലാണ് തയ്യാറെടുപ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആനകൾ വന്ന് നിരന്നു കഴിഞ്ഞാൽ അധികം താമസിയാതെ ആ അത്ഭുതകരമായ വർണ്ണ ദൃശ്യ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. പ്രസിദ്ധമായ ഇലഞ്ഞിത്തറയിലെ പാണ്ടിമേളം സമാപിച്ചിരിക്കുകയാണ്. ഇനിയുള്ള ഏറ്റവും വലിയ ചടങ്ങ്, ഏറ്റവും ആകർഷകമായ ചടങ്ങ് കുടമാറ്റമാണ്. തെക്കേ ഗോപുരനട, അവിടെ നടക്കുന്ന കുടമാറ്റം. അവിടം ഏകദേശം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞ് കവിയാൻ പോവുകയാണ്. അവിടേക്ക് ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം ഇതൊരു അത്ഭുതകരമായ കാഴ്ചയാണ്. ഓരോ പൂരപ്രമാണിയെ ഓരോ പൂര കാഴ്ചക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവേശകരവും ഏറ്റവും ആകർഷകവുമായ ഒന്നാണ് ഈ കുടമാറ്റം ചടങ്ങ്. രണ്ട് വിഭാഗത്തിലും പെട്ട ആനകൾക്ക് സൗകര്യപ്രദമായി നിൽക്കാൻ വേണ്ടി ഒഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം. അവിടെ ആനകൾ ഉടൻ തന്നെ എഴുന്നള്ളി വരികയായി. വന്നു കഴിഞ്ഞാൽ ഈ തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും അത്ഭുതകരമായ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കുടകൾ, വർണ്ണ കുടമാറ്റം എന്ന് പറയുന്ന അത്ഭുതകരമായ കാഴ്ച അധികം താമസിയാതെ തന്നെ നമുക്ക് കാണാനാകുന്നതാണ്. ഈ കുടമാറ്റം കഴിഞ്ഞാൽ പിന്നീട് പൂരപ്രേമികൾക്ക് അല്പം വിശ്രമിക്കാനുള്ള സമയമാണ്. കുടമാറ്റം കഴിഞ്ഞാൽ തിരക്കിട്ട
അല്പം സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞാൽ കുറച്ച് സമയം വിശ്രമിക്കാനുള്ളതാണ് എന്ന് കരുതി പൂരപ്പറമ്പ് വിട്ട് ആരും പോവുകയില്ല. പിന്നെയും കാഴ്ചകൾ പലതും കണ്ട് അങ്ങനെ നടക്കാം. അതിനിടയ്ക്ക് വെച്ച് രാത്രി ഒരു 10 മണി കഴിയുമ്പോൾ 10:30 മണിയാകുമ്പോഴേക്കും പഞ്ചവാദ്യത്തിൻ്റെ അതിൻ്റെ സമയമാകും. അത് കഴിഞ്ഞാൽ പിന്നീട് രാത്രി 3 മണിയോടുകൂടി വെടിക്കെട്ടാണ് അരങ്ങേറുക. എന്തായാലും ഇപ്പോൾ അധികം താമസിയാതെ അന്തരീക്ഷത്തിൽ വർണ്ണ വിസ്മയ കാഴ്ച ഒരുക്കുന്ന കുടമാറ്റം എന്ന് പറയുന്ന ചടങ്ങ് നമുക്ക് കാണാനാകുന്നതാണ്. അതിനായി അതിൻ്റെ തെക്കേ ഗോപുരനടയിൽ ആനകൾ ഇപ്പോൾ തന്നെ എത്തിച്ചേരുന്നതാണ്. ഇത്തവണ ഏകദേശം 1500ഓളം കുടകളാണ് 2 വിഭാഗക്കാരുമായി ഇവിടെ അവതരിപ്പിക്കുക. അതൊരു മത്സര കാഴ്ചയായിട്ടായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. കാരണം പലപ്പോഴും ഇത് രഹസ്യമായി വയ്ക്കാറാണ് പതിവ്. ഇത് തുടങ്ങിയതിനെക്കുറിച്ചുള്ള ചില ഐതിഹ്യങ്ങളുണ്ട്. കുടമാറ്റം എന്ന് പറയുന്നത് തുടങ്ങി വെച്ചത് ഒരു പൂരത്തിന് തിരുവമ്പാടി ദേശക്കാർ അവിചാരിതമായി ഒരു പട്ടുകുട ഉയർത്തുകയുണ്ടായി. ഇതാണ് കുടമാറ്റക്കാലത്തിന് തുടക്കമായത്. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പട്ടുതുണികൾ ഉപയോഗിച്ച് രഹസ്യമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു കുട നിർമ്മിച്ചത്. അത് തെക്കോട്ടിറങ്ങി മുഖാമുഖം ആനകൾ അണിനിരന്നപ്പോൾ അവിചാരിതമായി തിരുവമ്പാടി വിഭാഗക്കാർ ഈ കുട ഉയർത്തുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ ഏകദേശം 10-14 പച്ച നിറത്തിലുള്ള കുടകളും അവർ ഉയർത്തി കാണിച്ചു അത്രേ. കൂട്ടത്തിൽ ഒരു ചുവപ്പ് കുടയും. ഇത് പാറമേക്കാവ് വിഭാഗം അത്ഭുതപ്പെട്ടു പോയി. കാരണം മുൻകൂട്ടി യാതൊരു അറിയിപ്പുമില്ലാതെ ചെയ്ത ഒന്നാണ്. അവർ പെട്ടെന്ന് തന്നെ ഈ സ്വരാജ് റൗണ്ടിൽ വഴിവാണിഭത്തിന് കൊണ്ടുവന്ന ഓലക്കുടകൾ വെച്ചിരുന്നു. അത് ഉയർത്തിയായിരുന്നു അവർ പ്രതികരിച്ചത്. ഇതാണ് പിന്നീട് കുടമാറ്റം എന്ന പൂരം ചരിത്രത്തിൻ്റെ ഒരു തുടക്കമായി ഭവിച്ചത്. ഇന്നിത് എത്രയധികം മാറിയിരിക്കുന്നു. ഓരോ വർഷവും ഈ കുടമാറ്റത്തിൽ അവതരിപ്പിക്കുന്ന കുടകളുടെ മട്ടും രീതികളും ഒക്കെ എത്രയധികം മാറിപ്പോയിരിക്കുന്നു എന്ന് സ്ഥിരമായി കാണുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇന്നത് സ്പെഷ്യൽ കുടകളും LED കുടകളുമൊക്കെയായി വളർന്ന് വികാസം പ്രാപിച്ചിരിക്കുന്നു. ഈ അത്ഭുതകരമായ കുടമാറ്റം എന്ന് പറയുന്ന പൂര ആവേശത്തിൽ ഏറ്റവും അധികം ആകർഷകമായ ഒരു ഇനമാണ്. അത് അധികം താമസിയാതെ തന്നെ നമുക്ക് കാണാനാകുന്നതാണ്. കാരണം സന്ധ്യ മയങ്ങി വരുന്നതോടുകൂടി ആ അന്തരീക്ഷത്തിൽ വരുന്ന മാറ്റവും അവിടെ വെളിച്ചത്തിൻ്റെ പ്രകാശത്തിൻ്റെ ഇതും സന്ധ്യ നേരത്തെ സൗന്ദര്യവും ഈ അന്തരീക്ഷത്തിൽ ഈ കുടകൾ ഉയരുന്നതും എല്ലാം കൂടി കാഴ്ചവെക്കുന്ന അത്ഭുതകരമായ ഒരു ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. അതൊരു വർണ്ണ വിസ്മയ കാഴ്ച തന്നെയാണ്. ഇത് കാണാൻ വേണ്ടി സത്യത്തിൽ ഈ ഒരൊറ്റ കാഴ്ച ഇലഞ്ഞിത്തറമേളവും ഇതും കാണാൻ വേണ്ടി കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും യാതൊരു മതവും ജാതിയും പാർട്ടികളും ഒന്നും ഇല്ലാതെ എത്രയോ ആളുകൾ ഇവിടെ വന്ന് തമ്പടിച്ചിരിക്കുകയാണ്. അത് കഴിയുന്നതോടുകൂടി കുടമാറ്റം കഴിയുന്നതോടുകൂടി ഏറ്റവും പ്രസിദ്ധമായ ചടങ്ങുകൾ അവസാനിക്കുകയും പിന്നീട് വിശ്രമിക്കാനായി ആളുകൾ പിരിയുകയും ചെയ്യുന്ന കാഴ്ചയാണ്. അധികം താമസിയാതെ തന്നെ കുടമാറ്റം എന്ന് പറയുന്ന അത്ഭുതകരമായ ദൃശ്യ വിരുന്ന് നമുക്ക് കാണാനാകും.
ഏറ്റവും ആകർഷകമായ ഇനം എന്ന് പറയാവുന്നത് കുടമാറ്റം തന്നെയാണ്. ഇലഞ്ഞിത്തറമേളം പാണ്ടിമേളം സമാപിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞാൽ ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇനം കുടമാറ്റം തന്നെയാണ്. അത്ഭുതകരമായ ഒരു ദൃശ്യ വിസ്മയം തന്നെയാണ് ഈ കുടമാറ്റം നമുക്ക് സമ്മാനിക്കുന്നത്. അധികം താമസിയാതെ തന്നെ കുടമാറ്റം നമുക്ക് ദൃശ്യമാകുന്നതാണ്. ഇത്തവണ സാധാരണ പേപ്പറിൽ നിന്ന് ഒരു വർണ്ണക്കുട ഒരുക്കുന്നുണ്ട്. ഉപയോഗം കഴിഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട പേപ്പറുകൾ ഒരു സ്കൂൾ അധ്യാപകനായ പ്രസാദും അദ്ദേഹത്തിൻ്റെ സംഘവും അവരുടെ കയ്യിലെത്തിപ്പെടുകയുണ്ടായി. അതൊരു വർണ്ണ വിസ്മയ കുടയായി രൂപാന്തരപ്പെടുകയായിരുന്നു. തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ സ്പെഷ്യൽ കുടകളിൽ ഒന്നായിട്ട് ഈ കുട മാറിയിട്ടുണ്ട്. കുടമാറ്റത്തിന് വർണ്ണ ശോഭ പകരാൻ ഈ അധ്യാപകൻ്റെ വർണ്ണക്കുടയും ഉണ്ടാകും. കുന്നംകുളം എക്സൽ പബ്ലിക് സ്കൂളിലെ അധ്യാപകനായ TM പ്രസാദും അദ്ദേഹത്തിൻ്റെ 20 സുഹൃത്തുക്കളും ചേർന്നാണ് ഈ 14 കുടകളടങ്ങിയ ഒരു സെറ്റ് സ്പെഷ്യൽ കുടകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ സ്പെഷ്യൽ കുടകളിൽ ഒന്നായി അവതരിപ്പിക്കുന്നുണ്ട് ഇന്ന്. എല്ലാ വർഷവും ഇവർ പൂരത്തിൻ്റെ പങ്കാളികളായി കുടകൾ ഉണ്ടാക്കി നൽകാറുണ്ട്. കഴിഞ്ഞ തവണ 2 സെറ്റ് കുടകളാണ് നൽകിയത്. ഒരു കുടയ്ക്ക് ഏകദേശം 5 കിലോഗ്രാമോളം പഴയ പേപ്പറുകളാണ് വേണ്ടി വന്നത്. അത്തരം പഴയ പേപ്പറുകൾ കൊണ്ട് ഉണ്ടാക്കുന്ന അത്ഭുതകരമായ ഒരു ദൃശ്യ വിസ്മയ കാഴ്ചയായി ഈ കുടകളെ നമുക്ക് കാണാവുന്നതാണ്. ഈ പ്രത്യേക വർണ്ണം ചാലിക്കുന്നതിനായി മെറ്റാലിക് പെയിൻ്റാണ് അവർ ഉപയോഗിക്കുന്നത്. 20% മാത്രമാണ് ഇതിൽ ഫൈബർ ഉപയോഗിക്കുന്നത്. വിവിധ മേഖലയിൽപ്പെടുന്നവരാണ് കുടയ്ക്ക് വേണ്ടി ഒരു കുടക്കീഴിൽ അണിനിരുന്നത്. ഇക്കൂട്ടത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും ഡ്രൈവർമാരും അങ്ങനെ പല വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഉണ്ട്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ സ്കൂൾ അധ്യാപകൻ്റെ സ്പെഷ്യൽ കുടകൾക്കായി നമുക്ക് കാത്തിരിക്കാം. രാത്രിയിൽ നടക്കുന്ന വെടിക്കെട്ട് 3 മണിക്ക് നടക്കുന്ന വെടിക്കെട്ട് നിയന്ത്രണങ്ങളോട് കൂടിയാണ് ഈ വെടിക്കെട്ട് ഇത്തവണ ഉപാധികളോടെയാണ് അവതരിപ്പിക്കുന്നത്. ഏകദേശം 75 വർഷങ്ങൾക്ക് മുമ്പാണ് ചൈനീസ് രീതികൾ പൂരത്തിൻ്റെ വെടിക്കെട്ടിലേക്ക് വന്നു തുടങ്ങിയത്. തൃശ്ശൂർക്കാരനായ ഒരു പൂരപ്രേമി മദ്രാസിൽ നടന്ന പാർക്ക് ഫെയർ എക്സിബിഷൻ കാണാനിടയായതാണ് ഇങ്ങനെ ഒരു മാറ്റം വരാൻ കാരണമായത്. അവിടെ നടന്ന ചൈനീസ് വെടിക്കെട്ട് പ്രകടനം പൂരത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവരികയായിരുന്നു. ഒരു പൂരപ്രേമി 75 വർഷങ്ങൾക്ക് മുമ്പ് മദ്രാസിൽ നടന്ന ഒരു പ്രകടനം കണ്ടതിൻ്റെ ഫലമായിട്ടാണ് അതുപോലെയുള്ള വെടിക്കെട്ട് ഇവിടെ അവതരിപ്പിക്കുന്നതിന് തുടക്കമായത്. മദ്രാസിൽ നിന്ന് കൊണ്ടുവന്ന ചൈനീസ് പടക്കങ്ങൾ അടുത്ത വർഷം സാമ്പിൾ വെടിക്കെട്ടിന് ഉപയോഗിച്ചു. വർണ്ണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പ്രകടനമായിരുന്നു അന്നവിടെ നടത്തിയത്. ഇത്തരം പരീക്ഷണങ്ങൾ പിന്നീട് വലിയ തോതിൽ ആവർത്തിക്കുകയാണുണ്ടായത്. ഒരുപക്ഷെ അത്രയൊന്നും സാങ്കേതിക വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന വെടിക്കെട്ട് ചുമതലക്കാർ, അക്കാലത്തെ വെടിക്കെട്ട് ചുമതലക്കാർ പിന്നീട് ഇത്തരം അറിവുകളെല്ലാം സ്വാംശീകരിക്കുകയും പ്രയോഗത്തിൽ വരുത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. പൂരം വെടിക്കെട്ടിന് ഏതാണ്ട് സമയവും അതിൻ്റെ ഊഴവും ഒക്കെ നിശ്ചയിച്ചത് 1970കളിൽ മാത്രമായിരുന്നു. ചടങ്ങുകൾ പൂർത്തിയാക്കി ആദ്യം എത്തുന്നവരാണ് ആദ്യം വെടിക്കെട്ടിന് തീ കൊളുത്തിയിരുന്നത്. ഇത് അപകട സാധ്യത കൂട്ടുന്ന ഒന്നായി മാറിയപ്പോഴാണ് ഊഴം വെച്ച് അതിന് പ്രത്യേകമായി തിരി കൊളുത്താനുള്ള അവസരം ഊഴമിട്ടെടുക്കാൻ തിരുവമ്പാടിയും പാറമേക്കാവും തീരുമാനിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രി ഏകദേശം 3 മണിയോടുകൂടിയാണ് ഉപാധികളോടെയുള്ള വെടിക്കെട്ട് അരങ്ങേറുക. ഈ മഠത്തിൽ വരവിനും ഒരു ചരിത്രമുണ്ട്. മഠത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന 3 ആന തലേക്കെട്ടുകൾ മഠത്തിൽ വരവ് പൂരത്തിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു. ഇന്ന് പൂരത്തിൻ്റെ പ്രധാന ആകർഷണമാണ് മഠത്തിൽ വരവ് എന്ന് പറയുന്നത്. മഠത്തിലെ സ്വർണ്ണ തലേക്കെട്ടുകൾ പൂരാവശ്യത്തിനായി തിരുവമ്പാടിക്കാർ കടം ചോദിച്ചു. ഉപാധിയോടെയാണ് അന്നുണ്ടായിരുന്ന ഒരു മൂപ്പിൽ സ്വാമിയാർ തലേക്കെട്ട് നൽകാൻ സമ്മതിച്ചത്. തിരുവമ്പാടി ദേവി പൂരത്തിന് മഠത്തിലേക്ക് വരണം എന്നായിരുന്നു ആ ഉപാധി. അങ്ങനെയാണ് മഠത്തിൽ വരവ് ആരംഭിക്കുന്നത്. ഇത് നമ്മുടെ ഈ മഠത്തിൽ വരവിനോട് വാദ്യകലാരംഗത്തെ ലോക വിസ്മയങ്ങളിലൊന്നായി മാറുകയും ചെയ്തു. ഇങ്ങനെ ഇതിൻ്റെയൊക്കെ ഒരു പിന്നിൽ അല്പം ചില ചരിത്രങ്ങൾ, രസകരമായ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഏതാനും മിനിറ്റുകൾക്ക് ഉള്ളിൽ തന്നെ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധരായ, കാണാൻ ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും തലയെടുപ്പുള്ള
കേരളത്തിൽ മുഴുവൻ നിരവധി ആരാധകരുള്ള ആനകൾ ഉടൻ തന്നെ കുടമാറ്റത്തിനായി അണിനിരക്കുന്നതാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അരമണിക്കൂറിനുള്ളിൽ കുടമാറ്റം എന്ന് പറയുന്ന അത്ഭുതകരമായ വർണ്ണ വിസ്മയ കാഴ്ച ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ പ്രാവശ്യം ഏകദേശം 1500-ലധികം കുടകൾ കുറഞ്ഞ സമയം കൊണ്ട് വളരെ വേഗം ഏകദേശം 1500-ലധികം കുടകൾ, അതായത് 50 സെറ്റ് കുടകൾ അന്തരീക്ഷത്തിൽ ഉയർന്ന് മിന്നിമറയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഈ ആനപ്പുറത്ത് നിൽക്കുന്നവരുടെ കയ്യിൽ കുടകൾ എത്തിക്കുവാനും അത് വിതർത്തി കാണിക്കുവാനും വളരെ കുറച്ച് സമയം മാത്രമായിരിക്കും എടുക്കുക. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് പിൻവലിക്കുകയും പകരം പുതിയ കുടകൾ അവതരിപ്പിക്കുകയും ചെയ്യും. അത് വളരെ വേഗത്തിലായിരിക്കും. അവരെ സഹായിക്കാൻ നിരവധി ആളുകൾ നിൽക്കുന്നുണ്ടാവും. അത്തരത്തിലുള്ള ഒരു അത്ഭുതകരമായ കാഴ്ചയാണ്, ഈ വർണ്ണ വിസ്മയം ഒരുക്കുന്ന ഒരു കാഴ്ചയാണ് കുടമാറ്റം എന്ന് പറയുന്നത്. അത് തിരുവമ്പാടിക്കും പാറമേക്കാവിനും വർണ്ണ മഴ പെയ്യിക്കുവാൻ തക്ക ശേഷിയുള്ള പൂരക്കുടകൾ ഏകദേശം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം റെഡിയായിരിക്കുകയാണ്. ഓരോ വിഭാഗവും ഏകദേശം 50ഓളം കുടകൾ തയ്യാറാക്കിയിട്ടുണ്ട്. 50 സെറ്റ്. ഒരു സെറ്റിൽ 15 കുടകളാണ്. കുന്നംകുളം സ്വദേശിയായിട്ടുള്ള വസന്തനാണ് പാറമേക്കാവ് വിഭാഗത്തിൻ്റെ കുടയൊരുക്കങ്ങളുടെ സാരഥി. അദ്ദേഹത്തോടൊപ്പം 10-20 പേരടങ്ങുന്ന ഒരു സംഘമുണ്ട്. അവർ മാസങ്ങളായി കുടയൊരുക്കത്തിൻ്റെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ചെന്നൈയിൽ നിന്നും സൂററ്റിൽ നിന്നും ഒക്കെ ഈ തുണികൾ കൊണ്ടുവന്നിട്ടാണ് അവർ ഈ കുടകൾ നിർമ്മിക്കുന്നത്. വളരെ സമയമെടുത്ത് ചെയ്യുന്ന കുടകൾ. തിരുവമ്പാടിക്ക് വേണ്ടി കുടകൾ ഒരുക്കുന്നത് അറനാട്ടുകര സ്വദേശിയായിട്ടുള്ള പുരുഷോത്തമൻ എന്നയാളാണ്. എത്രയോ വർഷമായി ഇവർ ഈ കുടകൾ ഇങ്ങനെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ഇത്തവണ തിരുവമ്പാടിക്ക് വേണ്ടിയുള്ള കുടകൾ ഒരുക്കുന്നതിന് തുണി സൂററ്റിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ നമ്മളെ അത്ഭുതകരമായ ഒരു കാഴ്ചയിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കുടമാറ്റം ഏതാനും നിമിഷങ്ങൾക്കകം അരങ്ങേറുന്നതാണ്.